നമസ്കാരം. ഏവർക്കും ദേവപാദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടത്തേത്. എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഭാവങ്ങളിലും സങ്കല്പിച്ചു വരുന്നുണ്ട്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളിലും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ്. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്ന് ഐതിഹ്യമുണ്ട്. ഇക്കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത്. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ വർഷം 1545, അതായത് കൊല്ലവർഷം 720 അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയതാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാനദിയിലെ രാജപ്രമുഖൻ വള്ളംകളി 1945 മുതൽ അരങ്ങേറുന്നത്. ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി 10 ദിവസം ഉത്സവം ക്ഷേത്രത്തിലുണ്ട്. ഇവയിൽ 9ാം ദിവസമാണ് ഏറ്റവും വിശേഷം. കൂടാതെ അഷ്ടമിരോഹിണി, വിഷു എന്നിവയും വിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യപ്രകാരം വില്വമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത്. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം കർണനാദാനന്ദകരമായ ഓടക്കുഴൽനാദം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ ഐതിഹ്യമാണ് നാറാണത്തുഭ്രാന്തൻ നടത്തിയ പ്രതിഷ്ഠ. പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു. അപ്പോൾ ആ വഴി വന്ന നാറാണത്തുഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്തു വെച്ചെന്നും വായിലെ മുറുക്കാൻ തുപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു. താമ്പൂലം ഒഴുകി വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് താമ്പൂലപ്പുഴയെന്നും പിന്നീടത് അമ്പലപ്പുഴയെന്നും പേര് വന്നെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഐതിഹ്യത്തിന് ചരിത്രമായ ഒരു അടിത്തറയില്ല. തന്ത്രിമാരെ പറ്റിയും ഒരു ഐതിഹ്യമുണ്ട്. തുടക്കത്തിൽ കടിക്കക്കോൽ മനയിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കടിക്കക്കോൽ തിരുമേനി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ പാതി തന്ത്രം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉടൻ വിഗ്രഹം തല്ലി തകർത്തു. അപ്പോൾ അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തു ചാടി. പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹം ക്ഷേത്രകുളത്തിലുണ്ടെന്ന് പുതുമന പറഞ്ഞതനുസരിച്ച് കടിക്കക്കോൽ മുങ്ങിത്തപ്പിയെടുത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ദൈവനിർമ്മിതമെന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹമാണ് ഇന്നും ശ്രീകോവിലിലുള്ളത്. അമ്പലപ്പുഴ പായസത്തെക്കുറിച്ച് പറയാൻ മറക്കില്ല. അരിയും പാലും ചേർത്തുണ്ടാക്കുന്ന ഈ മധുരമുള്ള പായസം ഐതിഹാസികമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതകരമായ ഐതിഹ്യവുമുണ്ട്. പാൽപ്പായസ നേദ്യം എന്ന രുചികരമായ വിഭവം കഴിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ സ്വയം ഈ ക്ഷേത്രത്തിൽ ദിവസവും സന്ദർശിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവ് തൻ്റെ സൈനിക ചിലവിലേക്കും മറ്റുമായി ആനപ്രാമ്പൽ സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണനോട് കുറേ നെല്ല് വായ്പ വാങ്ങി. മുതലും കൂട്ടുപലിശയും ചേർന്ന് അത് 36,000 പറയായി വർദ്ധിച്ചു. രാജാവിനോട് ഋണബാധ്യത തീർക്കാൻ പല പ്രാവശ്യം ബ്രാഹ്മണൻ അപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒരു ദിവസം രാജാവ് ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ എൻ്റെ കടം തീർക്കാതെ തേവരാണെ അകത്ത് കടക്കരുത് എന്ന് ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞു. സത്യസന്ധനായ രാജാവ് വിഷമിച്ചു. ബുദ്ധിമാനായ മന്ത്രി വിവരമറിഞ്ഞ് ആവശ്യം വേണ്ട നെല്ല് നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങി കിഴക്കേ നടയിലുള്ള ആനക്കൊട്ടിലിൽ അളന്നുകൂട്ടിച്ചു.
ഉച്ചശീവേലിക്ക് മുൻപ് നെല്ല് സ്ഥലത്ത് നിന്നും മാറ്റുന്നതിന് ബ്രാഹ്മണനെ മന്ത്രി നിർബന്ധിച്ചു. മന്ത്രിയുടെ രഹസ്യമായ ആജ്ഞ ഉണ്ടായിരുന്നതിനാൽ തന്നെ ബ്രാഹ്മണന് ചുമട്ടുകാരെയോ വള്ളക്കാരെയോ ലഭിച്ചില്ല. ഉച്ചശീവേലിക്ക് സമയമെടുത്തിട്ടും നെല്ലു മാറ്റാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ബ്രാഹ്മണൻ പശ്ചാത്താപവിവശനായി. ആ നെല്ല് മുഴുവൻ അതിൻ്റെ പലിശ കൊണ്ട് നിത്യേന ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസ നിവേദ്യം നടത്തുന്നതിന് വഴിപാടായി അർപ്പിച്ചു. മറ്റൊരൈതിഹ്യം ഇപ്രകാരമാണ്. ചതുരംഗം കളിക്കുന്നതിൽ ഭ്രമമുണ്ടായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് തന്നെ തോൽപ്പിക്കുവാൻ മറ്റു കളിക്കാരെ വെല്ലുവിളിച്ചു. ഒരു സാധു മനുഷ്യനാണ് ആ വെല്ലുവിളി സ്വീകരിച്ചത്. പന്തയം ഇപ്രകാരമായിരുന്നു. രാജാവ് തോറ്റാൽ 64 കളങ്ങളിലുള്ള ചതുരപ്പലകയിൽ ഒന്നാമത്തേതിൽ 1 നെന്മണി, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 4, ഇങ്ങനെ ഇരട്ട പെരുക്കത്തിൽ 64 കളങ്ങളിലും പൂർത്തിയാക്കി കിട്ടുന്ന നെല്ല് എതിരാളിക്ക് കൊടുക്കണം. രാജാവിനിത് നിസ്സാരമായി തോന്നി. കളിയിൽ രാജാവ് തോൽക്കുകയും എതിരാളി പന്തയിക്കുക കണക്കു തെറ്റാതെ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. കളങ്ങളിൽ പകുതിയാകുന്നതിന് മുൻപ് തന്നെ അളവ് മതിയാക്കേണ്ടി വന്നു. രാജ്യത്തുള്ള നെല്ല് മുഴുവൻ കടം വീട്ടാൻ നീക്കിവെച്ചിട്ടും പന്തയ നെല്ല് കൊടുത്തു തീർക്കുവാൻ കഴിവില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിൻ്റെ അഹങ്കാരം അസ്തമിച്ചു. എതിരാളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനെ തന്നെയാണ് രാജാവിന് കാണാൻ കഴിഞ്ഞത്. രാജാവ് ക്ഷമായാചനം ചെയ്തു. പന്തയം തീർന്നു. ദിവസം തോറും എനിക്ക് പാൽപ്പായസം നിവേദിച്ച് കടം വീട്ടുക എന്നു ഭഗവാൻ അരുൾ ചെയ്തുവത്രേ. രാവിലെ കൃത്യം 6 മണിക്ക് ഒരു വലിയ വാർപ്പിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പാലു ചേർത്ത് സാവധാനത്തിൽ വറ്റിക്കുന്നു. 11 മണിയോടുകൂടി വെള്ളം ഏതാണ്ട് മുഴുവനും വറ്റിക്കഴിയുമ്പോൾ അരി ചേർക്കുന്നു. 1 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും പാലിൻ്റെ 11 ഭാഗം കൂടി വറ്റിക്കഴിയും. അപ്പോൾ പഞ്ചസാര ചേർത്തിളക്കി പകർന്നെടുത്ത് നിവേദിക്കുന്നു. പഞ്ചസാര കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ ശാന്തിക്കാരൻ വാസുദേവ എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ ആചാരമാണ്. കഷായത്തിൽ എന്ന പോലെ ധാരാളം വെള്ളത്തിൽ പാല് വേവിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കണം ഇതിനെ ഗോപാല കഷായമെന്നും വിളിക്കുന്നത്. ഇതിന് തങ്ക നിറവും പ്രത്യേകമായ സുഗന്ധവും സ്വാദുമുണ്ട്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പ്രശസ്തമായ പാൽപ്പായസ നിവേദ്യങ്ങൾ ഉണ്ടെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അത്ര പ്രശസ്തി അവയ്ക്കില്ല. നന്ദി.